കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വി ശിവൻകുട്ടിയല്ല. ഈ CPM-ൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് പോലും തീരുമാനിക്കാനുള്ള സ്പേസ് ഒന്നും ശക്തിയൊന്നും ശിവൻകുട്ടിക്ക് CPM-ൽ പോലും ഇല്ല. അപ്പോൾ ആ ശിവൻകുട്ടിയാണ് ഇത് ഇവിടെ വരും. അതായത് ഈ നമ്മൾ കണ്ടില്ല, ഈ ആന നടന്നു പോകുമ്പോൾ ഈ സൈഡിലുള്ള കുറുക്കന്മാർ, ചെറിയ പട്ടി, പൂച്ച തുടങ്ങിയ മൃഗങ്ങളൊക്കെ അവിടെ നിന്ന് ഓരിയിടും. അപ്പോൾ ഈ ഓരിയിടുന്ന നായ്ക്കളുടെയും പൂച്ചയുടെയൊക്കെ വിചാരം ആന ഇത് കേട്ട് പേടിച്ചാണെങ്കിൽ നടന്നു പോകുന്നതെന്നാണ്. അപ്പോൾ അതുപോലെ ഓരിയിടലാണ് കോൺഗ്രസിനെ നോക്കി ശിവൻകുട്ടിയൊക്കെ നടത്തുന്നത്. ശിവൻകുട്ടിയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത്? അതിന് ആരാണ് രാഷ്ട്രീയ മറുപടി കൊടുക്കേണ്ടത്? ഞങ്ങൾക്ക് അവിടെ കൃത്യമായ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. ഞങ്ങൾ കൃത്യമായി പറയാം 100 സീറ്റ് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ നേമത്ത് ഞങ്ങൾ ജയിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? നേമത്ത് ജയിക്കാനല്ലേ ഞങ്ങൾ മത്സരിക്കുന്നത്? അത് ഉറപ്പായും നേമത്ത് ഞങ്ങളുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കണക്കിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. കഴിഞ്ഞ തവണ ഉണ്ടായല്ലോ. കെ മുരളീധരൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു 1 to 5 എടുത്താൽ ഏത് കോൺഗ്രസിലെ മാത്രമല്ല, കോൺഗ്രസും CPM-ഉം എടുത്താൽ കേരള രാഷ്ട്രീയത്തിൽ ലീഡറിൻ്റെ മകൻ, ആ മകനെ ഞങ്ങൾ കഴിഞ്ഞ തവണ അവിടെ മത്സരിപ്പിച്ചില്ലേ?